ബിജു പങ്കജും സാരംഗ് സുരേഷുമുണ്ട് ഷെഡ്യൂളിൽ നിന്നും. ബിജു, ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഞാൻ തത്സമയം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെയാണ് അവിടെ ഈ രക്ഷാദൗത്യം തിരച്ചിൽ നടക്കുന്നു, മാൽപ്പേ മുങ്ങുന്നു, ഈ ക്രെയിൻ്റെ കേബിളൊക്കെ ഉടക്കി സാധനങ്ങൾ പുറത്തെടുക്കുന്നു ഒക്കെ. അപ്പോൾ ഇന്നലെയൊന്നും വലിയ ധാരണ പിശകുകൾ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വലിയൊരു അദ്ദേഹം സംവിധാനങ്ങളെ കുറ്റം പറയുന്നു, സംവിധാനത്തെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന MLA പറയുക? എന്താണ് ശരിക്കും ഒരു യഥാർത്ഥ പ്രശ്നം? എന്താണ് ഇതൊരു വല്ലാതെ വൈകാരികമായിട്ടൊക്കെ ഇങ്ങനെ ഈ ഒരു പ്രശ്നത്തെ നമ്മളിങ്ങനെ സത്യത്തിൽ നീട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്നു. എന്താണ് ശരിക്കും ഇവർക്കിടയിലെ പ്രശ്നം? ദീപേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോ ഈ തെരച്ചിലിന് യാതൊരു പ്രതിസന്ധിയും ഇവിടെ നേരിടുന്നില്ല. ഇതിലൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് രാവിലെ 7 മണി മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇന്ന് രാവിലെ 7 മണിക്ക് വരുമ്പോൾ ഇവിടെ ഈ പ്രദേശങ്ങൾ, ഈ ഡ്രഡ്ജർ കിടക്കുന്ന പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രഡ്ജർ ഇന്നു മുതൽ ഈ ഗുജറാത്തിൽ നിന്നുള്ള ഡൈവിംഗ് വിദഗ്ധനുമായിട്ടാണ് ഈ ഡ്രഡ്ജർ കമ്പനി ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് ഈ കാര്യങ്ങളെ ഇപ്പൊ കൊണ്ടുപോകുന്നത്. അതായത് അവര് ഈ പ്രദേശങ്ങൾ, അതായത് ഇപ്പം ഇന്നലെ പരാതി വന്നത് മനാഫും അതുപോലെ തന്നെ അർജുന്റെ ബന്ധുക്കളും പരാതി ഉന്നയിക്കുന്ന ഇപ്പൊ ഈ ഡൈവർ നിൽക്കുന്നത് കണ്ടോ, അത് ഗുജറാത്തിൽ നിന്നുള്ള ഡൈവിംഗ് വിദഗ്ധനാണ്. അത് നേവി മാർക്ക് ചെയ്ത സ്ഥലത്താണ് ആ പരിശോധന നടക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ മുതൽ അവര് സ്വന്തം വൈദഗ്ധ്യമുള്ള ടെക്നിക്കൽ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള ഡൈവിംഗ് വിദഗ്ധനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെ വെച്ച് ഈ ഭാഗത്ത് രാവിലെ സെർച്ചിങ് നടത്താനായിട്ട് അവർ തുടങ്ങി 8 മണിക്ക് തന്നെ. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ മുങ്ങൽ പരിശോധന നടത്താനായിട്ട് ഈശ്വർ മാൽപ്പയും എത്തി. അപ്പൊ ഈ കമ്പനി, ഞാനതിന് സാക്ഷിയാണ്. അപ്പൊ ഈ കമ്പനിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളിവിടെ സെർച്ചിങ് നടത്തുകയാണ്, അതുകൊണ്ട് നിങ്ങൾ താഴേക്ക് മാറി പോവുക എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വാഭാവികമാണ്, കാരണം അവരുടെ ഒരു സംവിധാനവുമായി അവർ പോകുമ്പോൾ ഒരു ലേമൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഇന്നലെ കിട്ടിയെങ്കിലും ലേമൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അവരുടെ ആ ഒരു സ്ട്രക്ചർ, അവരുടെ ഒരു പ്ലാനിങ്ങോട് കൂടിയുള്ള ആ രീതിയിലേക്ക് അദ്ദേഹത്തെ അവർ അനുവദിച്ചില്ല. അപ്പോൾ അദ്ദേഹം അതിൽ ദേഷ്യം പ്രകടിപ്പിക്കുകയും അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം താഴേക്ക് പോയി അവിടെ സ്വന്തം നിലയിൽ സെർച്ച് നടത്തുകയാണ്. കാരണം ആ സ്വന്തം നിലയിൽ സെർച്ച് നടത്തുമ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും കണ്ടെത്തിയാൽ തന്നെ ഈ ഡ്രഡ്ജർ കമ്പനിക്ക്, ഈ ഡ്രഡ്ജിംഗ് സംവിധാനത്തിന് അങ്ങോട്ടേക്ക് നീങ്ങാൻ പറ്റില്ല. കാരണം അവരുടെ ഡൈവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ സെർച്ച് നടത്തുകയും അദ്ദേഹം ഒരു എൻജിൻ, മറ്റേ ഗ്യാസ് ലോറിയുടെ എൻജിൻ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷവുമായി മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ മാൽപ്പയെ ശ്രദ്ധിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഇത് മാൽപ്പയുടെ ഇന്നലത്തെ സേവനങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടല്ല ഇത് സംസാരിക്കുന്നത്. പക്ഷെ ഒരു പ്രൊഫഷണൽ രീതിയിൽ അവർ സ്വന്തം ഡൈവറെ കൊണ്ടുവന്ന് അവർ പരിശോധന നടത്തുമ്പോൾ മാൽപ്പയുടേത് ഒരു സമാന്തര തിരച്ചിലായി മാറുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് മാൽപ്പയ്ക്ക് താങ്ങാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം മാൽപ്പയ്ക്ക് അല്പം എമോഷണലായി കാര്യങ്ങളെ കാണുന്ന രീതിയാണ് മാൽപ്പയുടേതെന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാൽപ്പയെ സ്വന്തം നിലയിൽ അവിടെ തിരച്ചിൽ നടത്തി അവിടെ ഇങ്ങനെ തടിക്കഷങ്ങൾ കണ്ടെത്തിയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നു എന്നുള്ള ഒരു പരാതി അവർ ഉന്നയിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം ഒരു പക്ഷേ കാർവാർ SP ഇങ്ങനെ അദ്ദേഹത്തോട് മോശമായി സംസാരിച്ചത്. പക്ഷേ മാൽപ്പയെ അവരുടെ ഈ സംഘത്തോടൊപ്പം ചേർക്കാൻ കഴിയില്ല. കാരണം മാൽപ്പയെ ഒരു മുങ്ങൽ വിദഗ്ധനാണെങ്കിൽ കൂടിയും ഒരു പ്രൊഫഷണലായി ഇവരെ ഒരു സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ആ ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. ഒന്ന്, മാൽപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുക, അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ കമ്പനിയുടെ കൈകളിലേക്ക് ഉത്തരവാദിത്തം വരും. അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ നിന്നുള്ള പ്രൊഫഷണലായൊരു ഡൈവറെ അവർ കൊണ്ടുവന്ന് അവർ തെരച്ചിലുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലേമൻ എന്നുള്ള നിലയിൽ ഒരു സംവിധാനത്തിന്റെ ഭാഗമല്ലാതെ ഒരാളെ ഈ സംവിധാനത്തിന്റെ ഭാഗമാക്കാനായിട്ട് ഇപ്പോൾ നടക്കുന്ന ഈ ദൗത്യത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ മാൽപ്പയെ സംബന്ധിച്ചിടത്തോളം അത് വേദനാജനകവുമാണ്. കാരണം മാൽപ്പയ്ക്ക് മറ്റേ അർജുന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കുണ്ട്, അതുപോലെ അങ്ങനെ കുറെ എമോഷണലായ ഘടകങ്ങളുണ്ട്. മനാഫ് കൂടുതലും ആശ്രയിക്കുന്നത് മാൽപ്പയാണ്. കാരണം മനാഫ് പോലും കണ്ണു നിറഞ്ഞുകൊണ്ടാണ് മാൽപ്പയെ പോകുമ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് എമോഷണലായ ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് മാൽപ്പയെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളാണ്. കാരണം മാൽപ്പയുടെ ലക്ഷ്യവും ഈ ലോറി
കണ്ടെടുക്കുക, അല്ലെ അർജുന്റെ ഭൗതികാവശേഷങ്ങൾ കണ്ടെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ്. പക്ഷെ ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനം സർക്കാർ മുന്നോട്ട് വെച്ച് കൊണ്ടുപോകുമ്പോൾ ഇതിൽ വില കുറച്ച് കാണാൻ കഴിയില്ല. എല്ലാവരും അവരുടേതായ അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷയില്ലാതെ തന്നെയാണ് ഇപ്പോൾ മാൽപ്പെ പോലുള്ളവരൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതും ഈ ഒരു ദൗത്യത്തിന്റെ ഒക്കെ ഭാഗമായത്. പക്ഷേ ഇത് ഇത്രയും ദിവസങ്ങൾ നീണ്ടുന്ന ഒരു സംവിധാനമാണ്. കുറേ ആളുകൾ ഇതിന്റെ പിന്നാലെ ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളില്ലാതെ, ഈഗോ ക്ലാഷുകളില്ലാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മളൊരു സിസ്റ്റത്തെ കുറച്ചുകൂടി വിശ്വാസത്തിൽ എടുത്തും കൂടി വേണം. കാരണം ഇപ്പം നമുക്കറിയാം, ആ MLA ഒക്കെ തന്നെ എന്നു മുതൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നതാണ്, മാധ്യമങ്ങളോട് കൃത്യമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രതികരിക്കുന്നത്. ഇതിൻ്റെ ഈ വാർത്തയുടെ തുടക്കം മുതലേ പലപ്പോഴും ഒരു അതിവൈകാരികതയിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രായോഗികതയും യാഥാർത്ഥ്യമൊക്കെ വിട്ട് പലപ്പോഴും വാർത്തകൾ പോയിട്ടുണ്ടോ എന്നതുകൂടി ഒരു വസ്തുതയാണ്. എന്തായാലും ഈ സമയത്തും ആ സിസ്റ്റത്തെ കുറച്ചുകൂടി ഒരു കണക്കിലെടുത്ത് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഉചിതമെന്ന് തോന്നുന്നു. കാരണം ആ നാട്ടുകാരും അവിടുത്തെ സംവിധാനവും പറയുന്നത് പോലെ നോക്കുന്നതല്ലേ കുറച്ചുകൂടി ഉചിതം. നമ്മൾ ഈ അല്ലെങ്കിൽ മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ മനാഫ് പറയുന്ന കാര്യങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകുന്നതൊന്നും പ്രായോഗികമായ കാര്യങ്ങളല്ലല്ലോ. തീർച്ചയായും ദിവിഷ്, ഞാൻ ഇപ്പോൾ ആലോചിക്കായിരുന്നു, ഈ നമ്മൾ ആ മുണ്ടക്കൈ ദുരന്തത്തിൽ 2 ഒഡീഷ ഡോക്ടർമാര് മരണപ്പെട്ടു പോയത്. അപ്പൊ അവര് ഭാര്യമാര് മാത്രം രക്ഷപ്പെട്ടു, ഭർത്താക്കന്മാര് കാണാതെ പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒഡീഷയിലെ മാധ്യമങ്ങളും അതുപോലെ അത്തരത്തിലുള്ള ആൾക്കാരും കൂടെ അവിടെ വന്നിട്ട് വീണ്ടും തെരച്ചിൽ നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഇവിടെ വരുന്ന പോലീസുകാർ നമ്മളോട് കളിയാക്കി ചോദിക്കും. വയനാട്ടിൽ ഇത്രയും ദുരന്തം ഉണ്ടായിട്ടും അതൊന്നും കണ്ടില്ലേ എന്നൊക്കെ തമാശയ്ക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോ ഈ ഒരു മനുഷ്യസാധ്യമാകുന്ന തരത്തിലുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഡ്രഡ്ജിങ്ങും അതുപോലെ തന്നെ ആ വള്ളത്തിലുള്ള ഗുജറാത്തിൽ നിന്ന് വന്ന മുങ്ങൽ വിദഗ്ധനും ഒക്കെ താഴേക്ക് പോകുന്ന അത് നാവികസേന കണ്ടെത്തിയ പ്രദേശത്താണ്. പക്ഷേ ഈ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിക്കണമെങ്കിൽ ഈ മണ്ണൊക്കെ മാറ്റി വേലിയേറ്റ സമയത്തിന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്, അഴിമുഖമായുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഈശ്വർ മാൽപ്പെ പോയത് കൊണ്ട് യാതൊരു പ്രതിസന്ധി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവരൊരു പ്രൊഫഷണൽ